എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫസ്റ്റ് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പോർഷൻസ് ഡ്യൂട്ടി ഡെൽറ്റ ബേസ് പീരീഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ പിന്നെ കാച്ച്മെൻറ്റ് ഏരിയ CCA റാബി ക്രോപ്പ് ഖാരിഫ് ക്രോപ്പ് ഇത്രയും ഭാഗമാണ് നോക്കിയത്. ഓക്കെ, അതിൽ നമുക്കിനി ഹൈഡ്രോഗ്രാഫ് പീക്കം റൺ ഓഫ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് നമ്മളെ വീഡിയോ നോക്കുന്നത് കനാലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. പിന്നെ ആ ഒരു ടോപ്പിക് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ കനാലിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ഫങ്ഷൻ നമുക്ക് 4 ടൈപ്പ് കനാലാണുള്ളത്. കേരിയർ കനാൽ, ഫീഡർ കനാൽ, കമ്മ്യൂട്ടർ കനാൽ ആൻഡ് ലിങ്ക് കനാൽ. ഓക്കെ, ഇങ്ങനെ 4 ടൈപ്പ് കനാൽസാണ് ഉള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇത് നമ്മൾ ഓവർസിയർ എക്സാംസിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കേരിയർ കനാൽ എന്ന് പറഞ്ഞാൽ പെർഫോംസ് ഡയറക്റ്റ് ഇറിഗേഷൻ പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൽ ഡയറക്റ്റ് വെള്ളം കൊണ്ടുവരുന്നു ആ കനാൽ. ഏതാ? കേരിയർ കനാൽ. ഓക്കെ അല്ലേ? പെർഫോംസ് ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫീൽഡ് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ കനാലുണ്ടാവും അല്ലേ. ഇങ്ങനെ കനാലിൽ നിന്ന് ബ്രാഞ്ചായിട്ടായിരിക്കും നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കേരിയർ കനാലെന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ഫീൽഡിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. കേരിയസ് വാട്ടർ ഫോർ അനദർ കനാൽ. ഓക്കെ, അത് നമ്മുടെ ഫീൽഡിൽ ഡയറക്റ്റായിട്ട് വെള്ളം കൊടുക്കുന്നത് മാത്രമല്ല, മറ്റ് കനാലുകൾക്ക് വേണ്ട വെള്ളവും അത് കേരി ചെയ്യുന്നുണ്ട്. അതാണ് കേരിയർ കനാൽ. ഇനി ഫീഡർ കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ്സ് 2 or more കനാൽസ്. ഓക്കെ, 2 അതിലധികമോ കനാൽസിനെ ഫീഡ് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു കനാലാണ്. ഓക്കെ, ഇതിൽ നിന്നും കുറേ കനാൽ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഫീൽഡിലേക്ക് ഈ കനാൽ വരുന്നില്ല. പകരം ഈ 2 അതിലധികമോ കനാൽസിലേക്ക് വെള്ളം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ കനാലിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫീഡർ കനാൽ എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീഡർ കനാൽ. ഓക്കെ, നോ ഡയറക്റ്റ് ഇറിഗേഷൻ, അതിന് ഡയറക്റ്റ് ഇറിഗേഷൻ ഒന്നും ഇല്ല. ഇനി കമ്മ്യൂട്ടർ കനാൽ എന്ന് പറഞ്ഞാൽ നാവിഗേഷൻ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന കനാലാണ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടർ കനാൽ എന്ന് പറയുന്നത്. ലിങ്ക് കനാൽ ആ പേര് തന്നെ ഉണ്ട്, ഒരു ലിങ്ക് കൊടുക്കും. അതായത് 2 റിവേഴ്സ് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, 2 റിവേഴ്സ് യൂസ് ടു കണക്ട് 2 റിവേഴ്സ് ഫോർ വാട്ടർ ഷെയറിങ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റിലെയാണ്, ഇത് മറ്റൊരു സ്റ്റേറ്റിലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വാട്ടർ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 2 റിവറിനെ കണക്ട് ചെയ്യുന്ന കനാലാണ് എന്ന് പറഞ്ഞാൽ ലിങ്ക് കനാൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു കണക്ട് 2 rivers ഫോർ വാട്ടർ ഷെയറിങ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. ഇനി അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഏതാ? കേരിയർ കനാൽ, ഫീഡർ കനാൽ, കമ്മ്യൂട്ടർ കനാൽ, ലിങ്ക് കനാൽ. കേരിയർ കനാൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇറിഗേഷൻ ഉണ്ട്, അതുപോലെ മറ്റ് കനാലിന് വേണ്ടിയിട്ടുള്ള വെള്ളവും അത് കേരി ചെയ്യുന്നുണ്ട്. ഫീഡർ കനാൽ എന്ന് പറഞ്ഞാൽ മറ്റ് കനാൽസിനെ ഫീഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് ഇറിഗേഷനില്ല. കമ്മ്യൂട്ടർ കനാലാണെങ്കിലോ നേവിഗേഷൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ലിങ്ക് കനാൽ എന്ന് പറഞ്ഞാൽ വാട്ടർ ഷെയറിങ് പർപ്പസിന് വേണ്ടിയിട്ട് 2 റിവറിനെ കണക്ട് ചെയ്യുന്നു. ഇനി ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് സപ്ലൈയുടെ ബേസിസിൽ പെർമനൻറ്റ് കനാലുണ്ട്, ഇനൻറ്റേഷൻ കനാലുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇനൻറ്റേഷൻ ഇറിഗേഷൻ എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഇനൻറ്റേഷൻ ഇറിഗേഷൻ എന്ന് വെച്ചാൽ ഫ്ലഡ് ഇറിഗേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇനൻറ്റേഷൻ ഇറിഗേഷൻ. അതായത് ഫ്ലഡ് വാട്ടറാണ് അവിടുത്തെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് സപ്ലൈയുടെ ബേസിൽ പെർമനൻറ്റ് കനാലുണ്ട്, ഇനൻറ്റേഷൻ കനാൽ. ഈ പെർമനൻറ്റ് കനാൽസ് തന്നെ പെരണിയലുണ്ട്, നോൺ പെരണിയലുണ്ട്. പെരണിയൽ എന്ന് പറഞ്ഞാൽ വേർഡിന് അർത്ഥം എന്താണ്? ത്രൂ ഔട്ട് ദ ഇയർ എന്നാണ്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫെഡ് ബൈ പെർമനൻറ്റ് സോഴ്സ് ഓഫ് സപ്ലൈ. ഓക്കെ, പെർമനൻറ്റ് കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു പെർമനൻറ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഉണ്ട് അതിനകത്ത്. അതായത് ആ കനാലിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. ഒരു പെർമനൻറ്റ് സോഴ്സിൽ നിന്ന് ആ കനാലിലേക്ക് എപ്പോഴും വെള്ളം കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പെരണിയൽ കനാൽ എന്ന് പറഞ്ഞാൽ കനാൽ വിച്ച് റിസീവ് സപ്ലൈ ഫ്രം ദ സോഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, ആ ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിൽ നിന്നും ത്രൂ ഔട്ട് ദ ഇയർ ആ കനാലിലേക്ക് വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പെരണിയൽ കനാൽ എന്ന് വിളിക്കുന്നത്. കനാൽ വിച്ച് റിസീവ് സപ്ലൈ ഫ്രം ദ സോഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ. അങ്ങനെയാണെങ്കിൽ നോൺ പെരണിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കനാൽ വിച്ച് റിസീവ്സ് സപ്ലൈ ഫ്രം സോഴ്സ് ഓൺലി ഫോർ പാർട്ട് ഓഫ് ദി ഇയർ. അതായത് ഒരു വർഷത്തിൽ കുറച്ച് മാസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രം നമുക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടുന്നതാണെങ്കിൽ അതിനാണ് നോൺ പെരണിയൽ കനാൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? പെർമനൻറ്റ് കനാലിനകത്ത് വരുന്നതാണ്. ഇനി അടുത്ത ഇനൻറ്റേഷൻ കനാൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി സോഴ്സാണ്. പെർമനൻറ്റ് കനാലിൽ എന്താണ്? ഒരു പെർമനൻറ്റ് സോഴ്സ് സപ്ലൈ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനൻറ്റേഷൻ കനാലിലാണ് ഒരു ടെമ്പററി സോഴ്സാണുള്ളത്. അപ്പോൾ ആ ടെമ്പററി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഫ്ലഡ് വാട്ടറാണ്. ഇനൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫ്ലഡ് ആണെന്ന് അല്ലേ. അപ്പോൾ ഫ്ലഡ് വാട്ടറാണ് അവിടുത്തെ ടെമ്പററി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലഡ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? ഫീൽഡിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ഇനൻറ്റേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇനൻറ്റേഷൻ കനാൽസും എന്ത് ചെയ്യും? ഫ്ലഡ് വാട്ടറിനെ ഫീൽഡിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇവിടെ പക്ഷേ പ്രോപ്പർ കനാൽ സിസ്റ്റം ഒന്നുമില്ല, ഹെഡ് വർക്കും ഇല്ല. ഓക്കെ, ഇനൻറ്റേഷൻ കനാൽസിൽ നോ പ്രോപ്പർ കനാൽ സിസ്റ്റം. ഒരു കനാൽ സിസ്റ്റം പ്രോപ്പറായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഹെഡ് വർക്കും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് സപ്ലൈയുടെ ബേസിൽ പെർമനൻറ്റ് കനാലും ഇനൻറ്റേഷൻ കനാലും. ഇനി അടുത്ത് വരുന്നത് ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ്
അലൈൻമെൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോണ്ടൂർ കനാലുണ്ട്, സൈഡ് സ്ലോപ്പ് കനാൽ, വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാൽ. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് കോണ്ടൂർ കനാൽ, ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോണ്ടൂർ കനാലിൻ്റെ കറക്റ്റ് ഒരു ഫിഗർ. ഇതാ ഇവിടെ നോക്കിക്കേ, ഇതിനെ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തോട്ടെ. ഓക്കെ, കോണ്ടൂർ കനാൽ എന്താണെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതെന്ന് പറഞ്ഞ ഒരു കോണ്ടൂർ കനാലാണ്. അതായത് ആ ഒരു റീജിയനിലെ കോണ്ടൂറിന് പാരലായിട്ട്, ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓക്കെ, അപ്പം ഇതാണ് ഒരു റീജിയൻ, ഇതാണ് നമ്മുടെ കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരേ എലിവേഷനുള്ള പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണ്ടൂർ ലൈന് എലോങ് ആയിട്ട് നമ്മളൊരു കനാൽ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു കോണ്ടൂർ കനാലാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത നോക്കിയേ, അതായത് അഡോപ്റ്റഡ് ഇൻ ഹില്ലി റീജൻസ്. ഇവിടെ ആയിട്ട് ഒരു ഹില്ലുണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിൾ അല്ലെങ്കിൽ ബട്ട് ഇവിടെ എന്താണ്, ഹില്ലാണ്. ഈ ഒരു ഭാഗം മുഴുവനും എന്താണ്, ഹില്ലാണ്. ഓക്കെ, അഡോപ്റ്റഡ് ഹില്ലി റീജിയൻസിലാണ് നമ്മൾ ഈ കോണ്ടൂർ കനാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാങ്ക് എവിടെയാണ്, ബാങ്ക് അതായത് തീരം, ഇവിടെ ഹില്ലല്ലേ, അവിടെ ബാങ്കില്ല, ഇവിടെ മാത്രമാണ് ബാങ്ക് ഉള്ളത്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ബാങ്ക് ഉള്ളൂ, ഇവിടെ മാത്രമേ എന്തുള്ളൂ, ബാങ്ക് ഉള്ളൂ. അതുപോലെ തന്നെ ഇറിഗേറ്റ് ഏരിയാസ് ഓൺ സൈഡ് ഉണ്ട്. അതായത് ഇവിടെ ഹില്ലാണ്, ഈ ഹില്ലിലേക്ക് വെള്ളം കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇങ്ങോട്ടേക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെയാണ് ബാങ്ക്. സോ ഇറിഗേഷൻ ചെയ്യുന്നതും ഈ ഒരു സൈഡിലേക്ക് മാത്രമായിരിക്കും ഇറിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, ബാങ്ക് ഓൺ വൺ സൈഡ് ആൻഡ് ഇറിഗേഷൻ ഓൺ വൺ സൈഡ്. ഇനി യൂഷ്വലി ഇൻ്റർസെപ്റ്റ്സ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അതായത് ഇതിങ്ങനെ പോകുമ്പോഴത്തേക്കും കോണ്ടൂറാണ് അല്ലേ, അവിടുത്തെ കോണ്ടൂർ ലൈനിനെ ഫോളോ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇതിങ്ങനെ പോയിട്ട് ഇവിടെ കൂടി ഒരു റിവർ ഇങ്ങനെ പോകാമെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ കനാലിനെ ഈ റിവറിനെ ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോണ്ടൂർ ഓഫ് റീജിയണിന് നമ്മൾ പാരലായിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്. ഹില്ലി റീജിയൻസിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇവിടെ ഒരു സൈഡിൽ മാത്രമേ ബാങ്ക് ഉള്ളൂ, മറ്റേ സൈഡിൽ എന്താണ്, ഹില്ലാണ്. ആൻഡ് ഇറിഗേറ്റ് ഏരിയ ഓൺ വൺ സൈഡ്, ഈ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ. യൂഷ്വലി ഇൻ്റർസെപ്റ്റ്സ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. ഇതാണ് കോണ്ടൂർ കനാൽ എന്ന് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത സൈഡ് സ്ലോപ്പ് കനാൽ. സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു കോണ്ടൂസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സൈഡ് സ്ലോപ്പ് കനാൽ. നമുക്കൊന്ന് നോക്കാം, സൈഡ് സ്ലോപ്പ് കനാൽ. ഓക്കെ, അപ്പോൾ സൈഡ് സ്ലോപ്പ് കനാലിൻ്റെ കറക്റ്റൊരു ഫിഗർ കിട്ടാൻ ഓക്കെ, നമുക്കിപ്പോൾ കറക്റ്റൊരു സൈഡ് സ്ലോപ്പ് കനാലിൻ്റെ ഫിഗർ കിട്ടാനില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താ, സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞാൽ കോണ്ടൂസിനെ കാണിച്ചിട്ടുണ്ട്. കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കനാലാണ്. ഓക്കെ, നമുക്കതൊന്ന് ഇതിലേക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇമേജ് സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സൈഡ് സ്ലോപ്പ് കനാൽ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സൈഡ് സ്ലോപ്പ് കനാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്,
പോകുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ കോണ്ടൂസിന് കാണിച്ചിട്ടുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കോണ്ടൂസ് ആണ് അല്ലേ. അപ്പോൾ ഈ പോകുന്നത് കോണ്ടൂസാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കനാലിനെ കൊടുത്തത്. ഇതാണ് നമ്മുടെ കനാൽ, ഇതാണ് സൈഡ് സ്ലോപ്പ് കനാൽ. കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കനാലാണ് സൈഡ് സ്ലോപ്പ് കനാൽ. ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്, പാരലൽ ടു ദ റിവർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിവർ. ഓക്കെ, ഇതാണ് നമ്മുടെ റിവർ. ഈ റിവറിന് പാരലായിട്ട് തന്നെയല്ലേ ഈ കനാൽ പോകുന്നത്. അതെ, അപ്പോൾ കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആൻഡ് പാരൽ ടു ദ റിവർ. അപ്പോൾ പാരൽ ടു ദ റിവർ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യമുണ്ടോ? ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല. ഈ കനാലിന് റിവറിനെ ക്രോസ് ചെയ്യേണ്ട സ്ഥലത്താണ് നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൊടുക്കുന്നത്. ഇവിടെ സൈഡ് സ്ലോപ്പ് കനാലിൽ റിവറിന് പാരലായിട്ടാണ് കനാൽ വരുന്നത്. സോ അവിടെ നമുക്ക് എന്തില്ല, നെവർ ഇൻ്റർസെപ്റ്റ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. അതുപോലെ തന്നെ ബാങ്ക് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, രണ്ട് സൈഡും എന്താണ്, ഇവിടെ ഇപ്പോൾ ഇതാണ് കനാൽ, അപ്പോൾ ഇവിടെയും ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ബാങ്ക് ഉണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റിവറിൽ നിന്ന് വെള്ളം കിട്ടും, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ അവിടെ എന്താണ് ഇറിഗേഷൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് കനാലിൽ നിന്നുള്ള വെള്ളം ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഇറിഗേറ്റ് ഏരിയ ഓൺ വൺ സൈഡ് ഓൺലി. അപ്പോൾ ബാങ്ക് രണ്ട് സ്ഥലം, ഇവിടെയും ബാങ്ക്സ് ഉണ്ട്, തീരമുണ്ട്. പക്ഷേ ഇറിഗേറ്റ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ മാത്രമായിരിക്കും. ഓക്കെ, അതാണ് സൈഡ് സ്ലോപ്പ് കനാൽ. അപ്പോൾ നമ്മുടെ കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്, റിവറിന് പാരലായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്കൊന്നും നെവർ ഇൻ്റർസെപ്റ്റ്സ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. അത് കഴിഞ്ഞ് വരുന്നത് ഇറിഗേറ്റ് ബാങ്ക്സ്. ഇവിടെയും ബാങ്കുണ്ട്, ഇവിടെയും ബാങ്കുണ്ട്. പക്ഷേ വെള്ളം കൊടുക്കുന്ന ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതാണ് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമതൊന്നുള്ളത് വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാലാണ്. അതായത് എ കനാൽ വിച്ച് ഈസ് അലൈൻഡ് എലോങ് ദ വാട്ടർ ഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ലൈന് എലോങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്താണ് വാട്ടർ ഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് വിളിക്കുന്നത്. ബാൻസ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം വാട്ടർ ഷെഡ്, നമുക്ക് ഫിഗർ ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് വാട്ടർ ഷെഡ് കനാൽ. ഇവിടെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാലാണ്. അതായത് ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, കനാൽ വിച്ച് ഈസ് അലൈൻഡ് അലോങ് ദ വാട്ടർ ഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ വാട്ടർ ഷെഡ് ലൈൻ വാട്ടർ ഷെഡ് കനാൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇവിടുത്തെ വാട്ടർ ഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ലൈനിനെ എലോങ് ആയിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്ന കനാലാണ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഷെഡ് കനാൽ അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്ക്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെയും ബാങ്ക് ഉണ്ട് അല്ലെ, ഈ കനാലിൻ്റെ ഇവിടെയും ബാങ്കാണ്, ഇവിടെയും ബാങ്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇറിഗേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് വെള്ളം കൊടുക്കാം, ഈ ഭാഗത്തേക്കും വെള്ളം കൊടുക്കാം. അതാണ് വാട്ടർ ഷെഡ് കനാൽ അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് പറഞ്ഞത്. യൂഷ്വലി ഡു നോട്ട് ഇൻ്റർസെപ്റ്റ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. സാധാരണ ക്രോസ് ഡ്രെയിനേജ് വർക്കിനൊന്നും ഇൻ്റർസെപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ എ കനാൽ വിച്ച് ഈസ് അലൈൻഡ് ഓൺ ദ വാട്ടർ ഷെഡ് ലൈൻ അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ എലോങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാൽ. ഇവിടെ നമുക്ക് വേറെ വാട്ടർ ഷെഡ് ലൈനും കൂടി വരുന്ന ഒരു ഫിഗറാണ് ഞാൻ നോക്കിയത്. ഇപ്പോൾ അങ്ങനെ കാണാനില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇത് കണ്ടാലും നിങ്ങൾക്ക് വാട്ടർ ഷെഡ് ലൈൻ റിഡ്ജ് കനാൽ. ഓക്കെ, കറക്റ്റൊരു ഫിഗർ കിട്ടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, അവിടുത്തെ വാട്ടർ ഷെഡ് ലൈനിന് എലോങ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വാട്ടർ ഷെഡിൻ്റെ എലോങ് ആയിട്ട് കൊടുക്കുന്നത്. സോ രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡ് ഇറിഗേറ്റ് ഏരിയാസ് ഓൺ ബോത്ത് സൈഡ്സ് യൂഷ്വലി ഡു നോട്ട് ഇൻ്റർസെപ്റ്റ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ എന്താണ്, ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ, വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് കനാൽ പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ആരും ഇത് പഠിക്കാതെ പോവരുത്. മറ്റേത് പഠിച്ചില്ലെങ്കിൽ ഫസ്റ്റത്തെ ഫംഗ്ഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ്റെ ബേസിസിലുള്ള ഈ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഈ അലൈൻമെൻറ്റിൻ്റെ ബേസിലുള്ള ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിക്കാതെ പോകരുത്. ഓക്കെ, ഇനി ഇറിഗേഷൻ കനാൽസ് ആർ ജനറലി പ്രിഫേർഡ് എലോങ് ദ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇതാണ്. ഇറിഗേഷൻ കനാൽസ് സാധാരണ നമ്മൾ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ലൈന് എലോങ് ആയിട്ടാണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുന്നത്.
ഇനി ബേസ്ഡ് ഓൺ ഡിസ്ചാർജിൻ്റെ ബേസിസിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കനാലുണ്ട്. അതായത് ഇതാണ് നമ്മുടെ റിവർ. ഓക്കെ, ആ റിവറിന് ഇവിടെ ഒരു വീറ് നമ്മൾ കൊടുക്കും. എന്തിനാണ്? നമ്മുടെ ഈ ഒരു അപ്സ്ട്രീമിലെ വെള്ളത്തിൻ്റെ അളവ് ഹൈറ്റ് കൂട്ടാനായിട്ട്. സോ ദാറ്റ് അതെന്ത് ചെയ്യും? ഈ കനാലിലേക്ക് കയറും. അപ്പോൾ ആ റിവറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കനാൽ, അതാണ് നമ്മുടെ മെയിൻ കനാൽ എന്ന് പറയുന്നത്. കേരീസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ. റിവറിൽ നിന്നും വെള്ളം ഡയറക്റ്റായിട്ട് കയറി ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ കനാൽ. യൂസ്ഡ് ടു ഫീഡ് അനദർ. അപ്പോൾ ഈ മെയിൻ കനാലിൻ്റെ പർപ്പസ് എന്താണ്? ഇത് മറ്റ് കനാൽസിന് ഫീഡ് ചെയ്യാൻ. ഇവിടെ നിന്ന് വേണമെങ്കിൽ എത്ര കനാലിന് വേണമെങ്കിലും എടുക്കാം അല്ലേ വെള്ളം. അപ്പോൾ മറ്റ് കനാൽസിനെ ഫീഡ് ചെയ്യാനാണ് മെയിൻ കനാൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് ഡയറക്റ്റ് ഇറിഗേഷൻ ഇല്ല. ഇത് മറ്റ് കനാൽസിനെ ഫീഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ്ലി ഇറിഗേറ്റ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കനാൽ ഡയറക്റ്റ് ഒരു ഫീൽഡിലേക്ക് പോകുന്നില്ല. ഇനി അവിടെ നിന്ന് ഈ മെയിൻ കനാലിൽ നിന്ന് നമ്മളൊരു ബ്രാഞ്ച് എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ബ്രാഞ്ച് കനാലെന്ന് വിളിക്കാം. ഓക്കെ, ഇതെവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു മെയിൻ കനാലിൽ നിന്നുമാണ് ബ്രാഞ്ച് കനാൽ ടേക്ക് ഓഫ് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. ബ്രാഞ്ച് കനാലിലെ ഡിസ്ചാർജ് ഗ്രേറ്റർ ദാൻ 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. മേ നോട്ട് ഡു ഡയറക്റ്റ് ഇറിഗേഷൻ. അപ്പോൾ ഈ ബ്രാഞ്ച് കനാലിന് ഒന്നുകിൽ മറ്റ് എന്താണ് കനാലുകൾക്ക് വെള്ളം കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ്ലി ഫീൽഡിലേക്ക് പോയി എന്ത് വെള്ളം കൊടുക്കാം. മേ നോട്ട് ടു ഡയറക്റ്റ് ഇറിഗേഷൻ ആണ്. ഇനി ബ്രാഞ്ച് കനാലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, അല്ലെങ്കിൽ വെറുതെ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാലും ബ്രാഞ്ച് കനാലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 0.25 മുതൽ 5 ക്യൂമെക്സിന് ഇടയ്ക്കായിരിക്കും. ബ്രാഞ്ച് കനാലിൽ എത്രയായിരുന്നു? ക്യൂ ഗ്രേറ്റർ ദാൻ 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരുന്നു. മേജർ ഡിസ്ട്രിബ്യൂട്ടിൽ വരുമ്പോഴത്തേക്കും ഡിസ്ചാർജ് എന്ന് പറയുന്നത് 0.25-നും 5 ക്യൂമെക്സിനും ഇടയ്ക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതും മേ നോട്ട് ഡു ഡയറക്റ്റ് ഇറിഗേഷൻ ആണ്, മേജർ ഡിസ്ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിന്. ഇനി അടുത്ത് വരുന്ന മൈനർ ഡിസ്ട്രിബ്യൂട്ടറി. മൈനർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതാണ് ഈ മേജർ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് നമ്മുടെ മൈനർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. ആൻഡ് അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.25 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അതും മേ നോട്ട് ഡു ഡയറക്റ്റ് ഇറിഗേഷൻ ആണ്. ഇനി അവിടെ നിന്നും നമുക്കൊരു വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ വാട്ടർ കോഴ്സാണ് ഡയറക്റ്റ്ലി ഫീൽഡിലേക്ക് നമുക്ക് വെള്ളം കൊടുക്കുന്നത്. ഓക്കെ, അതായത് വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ദ കനാൽ വിച്ച് അൾട്ടിമേറ്റ്ലി കേരീസ് വാട്ടർ ടു ദ ഇറിഗേഷൻ ഫീൽഡ്. ഓക്കെ, ഈ വാട്ടർ കോഴ്സാണ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നത്? ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് കനാൽ, നോൺ ഗവൺമെൻറ് കനാൽ കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഫാമേഴ്സ്. അപ്പോൾ ഈ വാട്ടർ കോഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതല്ല. ഇതെന്ന് പറഞ്ഞാൽ ഫാർമേഴ്സാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് വാട്ടർ കോഴ്സ് എന്ന് പറയുന്നത്. വാട്ടർ കോഴ്സിൻ്റെ ഒരു ഫിഗർ നോക്കട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതായത് ഫീൽഡിലേക്ക് ഡയറക്റ്റ്ലി വെള്ളം കൊണ്ടുപോകുന്നതാണ് വാട്ടർ കോഴ്സ്. ഇതൊന്നും വാട്ടർ കോഴ്സാണ്. ഇത് ശരിക്കും ഒരു കനാലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് എന്താണ്? കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഫാമേഴ്സാണ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ്ലി ഫീൽഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലെന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ കോഴ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. വാട്ടർ കോഴ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, മറ്റേത് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ കോഴ്സിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ കനാൽ, ബ്രാഞ്ച് കനാൽ, മേജർ ഡിസ്ട്രിബ്യൂട്ടർ, മൈനർ ഡിസ്ട്രിബ്യൂട്ടർ ആർ കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ഗവൺമെൻറ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഗവൺമെൻറ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. എന്നാൽ വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതും ഫാർമേഴ്സാണ്. ഇനി ഈ ഒരു പോയിൻ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് ഡ്യൂട്ടി ഈസ് മാക്സിമം ഇൻ ദ ഫീൽഡ് ആൻഡ് മിനിമം അറ്റ് ദ ഹെഡ് ഓഫ് മെയിൻ കനാൽ. അതായത് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതാണ് മെയിൻ കനാലിൻ്റെ ഹെഡ്. അവിടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ കുറവും, ഇവിടെ ഫീൽഡിലെത്തുമ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരിക്കും. കാരണം എന്താ? ഇവിടെ എന്ന് പറയുന്നത് ഫീൽഡിൽ എത്ര വെള്ളം എത്തുന്നു അതാണ് നമ്മൾ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതോറും വേസ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ വേസ്റ്റേജ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ വരുന്നതാണ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫീൽഡിൽ കൂടുതലായിരിക്കും, മെയിൻ കനാലിൻ്റെ ഹെഡിലാണെങ്കിൽ ഡ്യൂട്ടി കുറവായിരിക്കും. സോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ആസ് വൺ മൂവ്സ് ഫ്രം ഹെഡ് ഓഫ് മെയിൻ കനാൽ ടു ദ വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ്, ഡ്യൂട്ടി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഡ്യൂട്ടി ഇൻക്രീസസ്. ഇവിടെ നിന്നും ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്തോറും ഡ്യൂട്ടി ഇൻക്രീസ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് കേട്ടോ. ദ ഡ്യൂട്ടി ഈസ് മാക്സിമം ഇൻ ദ ഫീൽഡ് ആൻഡ് മിനിമം അറ്റ് ദ ഹെഡ് ഓഫ് ദ മെയിൻ കനാൽ. ഇത് നിങ്ങൾ പഠിക്കണമെന്നില്ല. As one moves from head of the main canal to the field, duty increases. Head of the main canal നിന്നും നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നതോറും ഡ്യൂട്ടി കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ പ്രൊഡക്റ്റീവ് കനാലുണ്ട്, പ്രൊട്ടക്റ്റീവ് കനാലുണ്ട്. ആ പേര് തന്നെ ഉണ്ട്. പ്രൊഡക്റ്റീവ് കനാൽ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് റവന്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഡക്റ്റീവ് കനാൽ എന്ന് വിളിക്കും. പ്രൊട്ടക്റ്റീവ് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്.
അത് ഇതുവരെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഔട്ട്ലെറ്റ് ഫാക്ടർ. ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് എ കനാൽ ഓർ ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ്. നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്താ? ഹെക്ടർ പെർ ക്യൂബിക് ആണ് അല്ലേ. അതായത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം വെച്ചിട്ട് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ കനാൽ. ഓക്കെ, ഒന്നുകിൽ നമ്മുടെ കനാലിൻ്റെ ഔട്ട്ലെറ്റ് ഓഫ് ദ കനാൽ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ്, അതായത് ഇവിടെ ഈ ഒരു ഭാഗം ഇതാണ് കനാലിൻ്റെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞത് ഇതാണ് അല്ലേ. അതിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കനാലിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നതും ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എത്രയാണോ ഡ്യൂട്ടി അതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഡ്യൂട്ടി ഓഫ് വാട്ടർ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് എ കനാൽ ഓർ ഹെഡ് ഓഫ് വാട്ടർ കോഴ്സ്. ഇനി ടൈം ഫാക്ടർ ഉണ്ട്. ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഉറപ്പായിട്ട് ഇത് ചോദിക്കും, പഠിച്ചിട്ട് പോവുക. അപ്പോൾ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡാണ്. അതായത് നമ്മുടെ കനാലിൽ എത്ര ദിവസം വെള്ളം ഉണ്ടായിട്ട് നമ്മൾ എത്ര ദിവസം ആ കനാൽ റൺ ചെയ്തു, അതായത് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വാട്ടർ കൊടുത്തു, അതേ ഡിവൈഡ് ബൈ ആ ഇറിഗേഷൻ പീരീഡ് എത്രയായിരുന്നു. അതായത് നമുക്ക് 1 മന്ത് ഇറിഗേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് തൊട്ട് അടുത്ത മാസം വരെ എന്ത് ചെയ്യുന്നു, എനിക്ക് വെള്ളം വേണം. പക്ഷേ കനാൽ റൺ ചെയ്തത് കാരണം വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി കാരണം ഒരു 20 ദിവസം മാത്രമേ എന്ത് ചെയ്തുള്ളൂ, വർക്ക് ചെയ്തുള്ളൂ. ബാക്കി 30 ഡേയ്സ് എനിക്ക് വേണമായിരുന്നു. ബട്ട് 20 ഡേയ്സേ വർക്ക് ചെയ്തുള്ളൂ. അപ്പോൾ അതാണ് നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ എന്ന് പറഞ്ഞാൽ 20 ഡേയ്സ് ആണ്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ് ആയിരുന്നു. അതാണ് ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട്. മീൻ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് ദ കനാൽ. അതിനാണ് നമ്മൾ കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. മീൻ സപ്ലൈ ഡിസ്ചാർജ് നമ്മൾ ആവറേജ് ഡിസ്ചാർജ് എന്ന് വിളിക്കും. അതേ ഡിവൈഡ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ മാക്സിമം അതിൽ ഫുൾ സപ്ലൈ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, മാക്സിമം ഡിസ്ചാർജ് ആണ്. അപ്പോൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ കപ്പാസിറ്റി ഫാക്ടർ എന്ന് കിട്ടും. ആൻഡ് എപ്പോഴും ഈ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഈ മീൻസ് ഫുൾ സപ്ലൈ ഡിസ്ചാർജിനേക്കാളും കുറവായിരിക്കും. സോ ലെസ് ദാൻ 1 ആയിരിക്കും ഈ ഒരു റേഷ്യോ വരുന്നത്. ആൻഡ് ഈ ഡിസൈൻ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷനിലാണ് കിട്ടുന്നത്. അത് ഡിസൈൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ടൈം ഫാക്ടർ. ടൈം ഫാക്ടർ നമ്മളത് ഇവിടെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ടൈം ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ഡിസ്ചാർജ് കിട്ടും. അപ്പോൾ ഈ ഒരു റിലേഷൻ നിന്നാണ് നമ്മൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് കിട്ടുന്നത്. ആൻഡ് അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കപ്പാസിറ്റി ഫാക്ടർ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. ഇനി ഡ്യൂട്ടി ഓൺ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫുൾ സപ്ലൈ കോഎഫിഷ്യൻറ്റ് എന്താണെന്ന്. ഡ്യൂട്ടി ഓൺ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫുൾ സപ്ലൈ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഡ്യൂട്ടിക്ക് എന്താ പറഞ്ഞത്, ഹെക്ടേഴ്സ് പെർ ക്യൂബ്, അതായത് ഏരിയ ഡിവൈഡ് ബൈ ഡിസ്ചാർജ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. ബട്ട് എന്ത് ഏരിയയാണ്, ഏരിയ എസ്റ്റിമേറ്റഡ് ടു ബി ഇറിഗേറ്റഡ് ഡ്യൂറിങ് ബേസ് പീരീഡ്. ബേസ് പീരീഡിൻ്റെ സമയത്ത് നമുക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യണമെന്നാണോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്, അതേ ഡിവൈഡ് ബൈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസൈൻ ഡിസ്ചാർജ് അറ്റ് ദ ടൈം ഓഫ് ഹെഡ് ഓഫ് കനാൽ, അറ്റ് ദ ഹെഡ് ഓഫ് കനാൽ. ഡിസൈൻ ഡിസ്ചാർജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ടൈം ഫാക്ടർ ആണ്. സോ ഡിസൈൻ ഡിസ്ചാർജ് അറ്റ് ദ ഹെഡ് ഓഫ് ദ കനാൽ അത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഡ്യൂട്ടി ഓൺ കപ്പാസിറ്റി ഫുൾ സപ്ലൈ കോഎഫിഷ്യൻറ്റ് കിട്ടും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഇക്വേഷൻസ് പഠിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്ക് മിക്കവാറും പ്രോബ്ലം ആയിരിക്കും, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ കനാൽ വാസ് ഡിസൈൻഡ് ഫോർ എ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഓഫ് 60 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ആവറേജ് സപ്ലൈ ഡിസ്ചാർജ് ഇൻ ദ കനാൽ ഈസ് 40 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പം ആവറേജ് സപ്ലൈ തന്നിട്ടുണ്ട്. കപ്പാസിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പറഞ്ഞത്, മീൻ സപ്ലൈ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. മീൻ സപ്ലൈ ഡിസ്ചാർജിനാണ് നമ്മളിവിടെ ആവറേജ് സപ്ലൈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 40 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതേ ഡിവൈഡ് ബൈ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ 60 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ കപ്പാസിറ്റി ഫാക്ടർ കിട്ടും. ഓക്കെ, ഇനി ക്രോസ് സെക്ഷൻ ഓഫ് എ കനാലാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, കനാൽ ഫുള്ളി ഇൻ കട്ടിങ്. കനാൽ ഫുള്ളി ഇൻ കട്ടിങ് എന്ന് പറഞ്ഞാൽ കനാൽ കംപ്ലീറ്റ്ലി ബിലോ ഗ്രൗണ്ട് ലെവൽ. അതായത് ഇങ്ങനെയാണ് നമ്മുടെ കനാൽ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിൽ കനാൽ ഫുള്ളായിട്ട് ഈ ഗ്രൗണ്ട് ലെവലിന് താഴെയാണെങ്കിൽ ഇതാണ് കനാൽ ഫുള്ളി ഇൻ കട്ടിങ് എന്ന് പറയുന്നത്. ഇനി കനാൽ ഫുള്ളി ഇൻ ഫില്ലിംഗ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും, കനാൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എബോവ് ദ ഗ്രൗണ്ട് ലെവലായിരിക്കും. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. കനാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടി ഇങ്ങനെയായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്നാണ് ഫുള്ളി എബോവ് ഗ്രൗണ്ട് ലെവലാണ്. സോ കനാൽ ഫുള്ളി ഇൻ ഫില്ലിംഗ് ആണ്. ഇനി കനാൽ പാർട്ട്ലി ഇൻ കട്ടിങ് ആൻഡ് പാർട്ട്ലി ഇൻ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കനാലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. ബട്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ബാങ്കും കൂടി കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കനാൽ പാർട്ട്ലി ഇൻ കട്ടിങ് പാർട്ട്ലി ഇൻ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഗ്രൗണ്ട് ലെവൽ ഈസ് ആറ്റ് ആൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലായിട്ടാണ് അവിടെ ഗ്രൗണ്ട് ലെവൽ ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ കനാൽ ഈസ് പാർഷ്യലി എബോവ് ദ ഗ്രൗണ്ട് ലെവൽ ആൻഡ് പാർഷ്യലി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഇനി ബാലൻസിങ് ഡെപ്ത് അതെന്താണെന്ന് പഠിക്കുക. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താണ്, ഡെപ്ത് ഓഫ് കട്ടിങ് ആണ്. ഓക്കെ, അത് കീവേഡ് അതാണ്, അത് ഓർത്ത് വയ്ക്കണം. ഡെപ്ത് ഓഫ് കട്ടിങ് ആണ്. ഫോർ വിച്ച്
എന്താണ് ഒന്നുകിൽ ഏരിയ ഓഫ് കട്ടിംഗ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഏരിയ ഓഫ് ഫില്ലിംഗ് ഓർ വോളിയം ഓഫ് കട്ടിംഗ് ഈക്വൽ ടു വോളിയം ഓഫ് ഫില്ലിംഗ് ഫോർ എ കനാൽ പാർട്ട്ലി ഇൻ കട്ടിംഗ് ആൻഡ് പാർട്ട്ലി ഇൻ ഫില്ലിംഗ്. അതായത് ഇത് ബാലൻസിങ് ഡെപ്ത് പറയുന്നത് ഈ കനാൽ പാർട്ട്ലി ഇൻ കട്ടിംഗ് ആൻഡ് പാർട്ട്ലി ഇൻ ഫില്ലിംഗ് അങ്ങനത്തെ കനാലിനാണ് നമ്മൾ ഈ ബാലൻസിങ് ഡെപ്ത് പറയുന്നത്. ആൻഡ് ബാലൻസിങ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ടിംഗ് ആണ്. ഇത് രണ്ടും കീവേഡ്സ് ആണ്. ഓക്കെ, ബാക്കി എന്ത് മാറിയാലും ഇത് മാറരുത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കീവേഡ്സ് ആണ്. മിക്കവാറും നിങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നത് ഈ കീവേഡ്സ് മാറ്റിയിട്ടായിരിക്കും. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ടിംഗ് ആണ്, അല്ലാണ്ട് ഡെപ്ത് ഓഫ് ഫില്ലിംഗ് ഒന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ബാലൻസിങ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് നമ്മുടെ കട്ടിങ്ങിന് എടുക്കുന്ന ആ ഒരു വോളിയവും നമ്മുടെ ഫില്ലിങ്ങിന് എടുക്കുന്ന വോളിയവും സെയിം ആയിരിക്കണം. അത് ഏത് ഡെപ്തിലായിരിക്കണം? ഡെപ്ത് ഓഫ് കട്ടിംഗ് ഫോർ വിച്ച് ഏരിയ ഓഫ് കട്ടിംഗ് ഈക്വൽ ടു ഏരിയ ഓഫ് ഫില്ലിംഗ്, അല്ലെങ്കിൽ വോളിയം ഓഫ് കട്ടിംഗ് ഈക്വൽ ടു വോളിയം ഓഫ് ഫില്ലിംഗ് ഫോർ എ കനാൽ പാർട്ട്ലി ഇൻ കട്ടിംഗ് അല്ലെങ്കിൽ പാർട്ട്ലി ഇൻ ഫില്ലിംഗ്. ഇനി ഫ്രീ ബോർഡ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ബാങ്ക് ആൻഡ് വാട്ടർ ലെവൽ ഇൻ ദ കനാൽ. അതായത് ഇതാണ് നമ്മുടെ കനാല്, അതിൻ്റെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്, പിന്നെ ബാങ്കിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്രീ ബോർഡ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ബാങ്ക് ആൻഡ് വാട്ടർ ലെവൽ ഇൻ ദ കനാൽ. ഇനി ബേം ഉണ്ടാവും, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് കട്ടിംഗ് ആൻഡ് ബോട്ടം ഓഫ് ഫില്ല്. ടോപ്പ് ഓഫ് കട്ടിങ്ങും ഇതും ബോട്ടം ഓഫ് ഫില്ലിങ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് ബേം. ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേം എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് കട്ടിംഗ് ആൻഡ് ബോട്ടം ഓഫ് ഫില്ലിംഗ്. ഇനി ബ്രീച്ച് ഉണ്ട്, ഗ്യാപ്പ് ക്രിയേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് എ കനാൽ. ഓക്കെ, കനാലിൻ്റെ ബാങ്ക്സിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ്, അതിനാണ് നമ്മൾ ബ്രീച്ച് എന്ന് വിളിക്കുന്നത്. ബ്രീച്ച്, ഗ്യാപ്സ് ക്രിയേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് എ കനാൽ. ഇനി ഡൗള അല്ലെങ്കിൽ ഡവലുണ്ട്, അതായത് നമ്മൾ ഈ ഒരു എംബാക്ക്മെൻറ്റിൽ ഒരു പ്രൊട്ടക്റ്റീവ് എംബാക്ക്മെൻ്റ് ആണ് ശരിക്കും. ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് എംബാക്ക്മെൻറ്റ്, ഡൗള അല്ലെങ്കിൽ ഡവൽ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് എന്താണ് പ്രൊവൈഡ് ഓൺ ദ റോഡ് സൈഡ് ഓഫ് ദ കനാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ റോഡ്, ഈ പോകുന്നതാണ് റോഡ്. ഓക്കെ, അതിൻ്റെ റോഡ് സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡൗള അല്ലെങ്കിൽ ഡെവൽ എന്ന് പറയുന്നത്. സോ ദാറ്റ് എന്താണ് ഫോർ ദ സേഫ്റ്റി ഓഫ് വെഹിക്കിൾസ് പാസിങ് ത്രൂ ദ റോഡ്. അതായത് ഇവിടെ കൂടി ഈ റോഡിൽ കൂടി പോകുന്ന വെഹിക്കിൾസിൻ്റെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് എംബാക്ക്മെൻറ്റ്, അതാണ് എന്ന് പറയുന്നത് നമ്മൾ ഡൗള അല്ലെങ്കിൽ ഡെവൽ എന്ന് പറയുന്നത്. അതായത് ഇത് ഇങ്ങോട്ടേക്കൊന്നും ഈ കനാലിലേക്കൊന്നും വീഴാൻ പാടില്ല ഈ എന്താണ് റോഡിൽ കൂടി പോകുന്ന വെഹിക്കിൾസ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗള അല്ലെങ്കിൽ ഡെവൽ കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഈ സൈഡ് സ്ലോപ്പ് കണ്ടോ, സൈഡ് സ്ലോപ്പ് വരുന്നത് 1.5:1 ആണ് സൈഡ് സ്ലോപ്പ്. അതിൻ്റെ ടോപ്പ് എടുത്തെന്ന് പറയുന്നത് 30 to 60 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡൗള അല്ലെങ്കിൽ ഡവലിൻ്റെ ഈ ഒരു ഹൈറ്റ് എത്രയാണ് വരുന്നത്? എബോവ് റോഡ് ലെവൽ 30 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. എബോവ് റോഡ് ലെവൽ 30 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് ഒന്ന് പഠിക്കണം. ഹൈറ്റ് അബവ് റോഡ് സർഫസ് 30 സെൻറ്റിമീറ്റർ ആണ്, മിനിമം ആണ് നമ്മൾ ഈ 30 സെൻറ്റിമീറ്റർ കൊടുക്കുന്നത്. ടോപ്പ് വിഡ്ത്ത് 30 to 60 സെൻറ്റിമീറ്റർ, സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 1.5:1, അതായത് ഹൊറിസോണ്ടൽ ലിസ്റ്റ് വെർട്ടിക്കലാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് സ്പോയിൽ ബാങ്ക്. സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്കവേഷൻ ചെയ്യുന്ന എർത്ത് വർക്ക് കൂടുതൽ വെൻ കമ്പയർഡ് ടു ഫില്ലിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്കവേറ്റ് ചെയ്യുന്ന എർത്ത് വർക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ മണ്ണുണ്ടല്ലേ, അപ്പോൾ ആ മണ്ണിനെ എന്ത് ചെയ്യണം? ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എവിടെ ഡെപ്പോസിറ്റ് ചെയ്യും? ഈ മെയിൻ ബാങ്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ വേറൊരു ബാങ്ക് ഉണ്ടാവും, അതിനാണ് നമ്മൾ സ്പോയിൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വെൻ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഗ്രേറ്റർ ദാൻ എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ദ എക്സ്ട്രാ എർത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഈസ് ഡെപ്പോസിറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ ബാങ്ക് ഇറ്റ്സെൽഫ്, അതിനെ നമ്മൾ സ്പോയിൽ ബാങ്ക് എന്ന് വിളിക്കും. ഇനി അടുത്ത ബോറോപിറ്റ് ഉണ്ട്. ബോറോപിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എർത്ത് വർക്ക് ഫില്ലിംഗ് കൂടുതലാണ് വെൻ കമ്പയർഡ് ടു കട്ടിംഗ്. അപ്പോൾ ഫില്ല് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? കൂടുതൽ മണ്ണ് വേണം. അപ്പോൾ ആ മണ്ണ് നമ്മൾ എവിടെ നിന്ന് എടുക്കും? തൊട്ടടുത്തുള്ള നിയർ ബൈ പിറ്റിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബോറോ പിറ്റ് എന്ന് പറയുന്നത്. വെൻ എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ് ഗ്രേറ്റർ ദാൻ എർത്ത് വർക്ക് ഇൻ കട്ടിംഗ് എക്സ്ട്രാ എർത്ത് എന്ന് പറയുന്നത് ബ്രോഡ് ഫ്രം എ പിറ്റ് നിയർ ബൈ ദ പിറ്റ് ഈസ് കോൾഡ് ബോറോ പിറ്റ്. ഇനി കൗണ്ടർ ബേം അല്ലെങ്കിൽ ബാക്ക് ബേം ഉണ്ട്. എന്താണ് കൗണ്ടർ ബേം അല്ലെങ്കിൽ ബേം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? നമ്മുടെ ഈ ഒരു ടോപ്പ് ഓഫ് കട്ടിങ്ങും ബോട്ടം ഓഫ് ഫില്ലിങ്ങിൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ബേം, ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് കൗണ്ടർ ബേം അല്ലെങ്കിൽ ബാക്ക് ബേം എന്താണെന്ന്. അതായത് ഇഫ് ദ സാച്ചുറേഷൻ ഗ്രേഡിയൻ ലൈൻ ഫോൾസ് ഔട്ട്സൈഡ് ദ ഡൗൺ സ്ട്രീം എൻഡ് ഓഫ് ദ ബാങ്ക് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൗണ്ടർ ബേം. അതായത് ഇവിടെയാണ് നമ്മുടെ കനാലിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇതിനകത്തേക്ക് സീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സാച്ചുറേഷൻ ഗ്രേഡിയൻ ലൈൻ ഫോം ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ സപ്പോസ് ഇതിങ്ങനെയാണ് നമ്മൾ ഇതിരിക്കുന്നത്. അപ്പോൾ ഈ സാച്ചുറേഷൻ ഗ്രേഡിയൻ ലൈൻ ഇതിന് പുറത്തേക്കാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അകത്താക്കാൻ വേണ്ടി നമ്മൾ ടോട്ടലി ഇതിനെ മുഴുവനും മാറ്റി ഇങ്ങോട്ട് ആക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ഇങ്ങനെ സാച്ചുറേഷൻ ഗ്രേഡിയൻ ലൈനെ അകത്താക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൗണ്ടർ ബേം ഈസ് യൂസ്ഡ് ടു കണ്ടെയ്ൻ ദ സാച്ചുറേഷൻ ഗ്രേഡിയൻ ലൈൻ വിത്തിൻ ദ ബാങ്ക് ഇറ്റ്സെൽഫ്. ബാങ്കിനകത്ത് തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഈ ഒരു കൗണ്ടർ ബേം നമ്മൾ കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ കൗണ്ടർ ബേം അല്ലെങ്കിൽ ബാക്ക് ബേം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ
ഈ ഒരു വീഡിയോയിൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.